കെട്ടുകഥകളും ഐതിഹ്യങ്ങളും മനുഷ്യന്റെ നിലനിൽപ്പിന്റെ അവിഭാജ്യ ഘടകമാണ്. അവ എല്ലാ കാലത്തും നമുക്ക് ചുറ്റുമുണ്ടായിരുന്നു. ദൈവങ്ങൾ മനുഷ്യരുമായി സഹവസിച്ചിരുന്ന, ദിവ്യസ്വരങ്ങൾ കേൾക്കാനും ദർശനങ്ങൾ കാണാനും കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ജനപ്രിയ പുരാണ കഥകളുടെ ഒരു ഓഡിയോ പുസ്തകമാണിത്. പുരാണ കഥകളിൽ ആവേശകരവും രസകരവും ധാർമ്മിക പാഠങ്ങൾ നിറഞ്ഞതുമായ പുരാതന കഥകളുടെ ഒരു വലിയ നിര അടങ്ങിയിരിക്കുന്നു. അസാധാരണമായ ത്യാഗങ്ങളെക്കുറിച്ചും നേടിയ മഹത്തായ നേട്ടങ്ങളെക്കുറിച്ചും ഈ കഥകളിലുണ്ട്. പ്രപഞ്ചശാസ്ത്രം, ചരിത്രം തുടങ്ങി വിവിധ വിഷയങ്ങളെ പ്രതീകാത്മകങ്ങളായി ചിത്രീകരണത്തിലൂടെ ആധ്യാത്മിക നിയമങ്ങളും ചേർത്ത് പ്രതിപാദിക്കുന്നവയാണ് പുരാണങ്ങൾ. വേദങ്ങളുടെ പ്രചാരണത്തിനായിട്ടാണ് പുരാണങ്ങളെ നിർമ്മിച്ചിട്ടുള്ളത്. സംസ്കൃത സാഹിത്യത്തിലെ ഒരു വിഭാഗമായി കണക്കാക്കപ്പെടുന്ന പുരാണ സാഹിത്യം വൈദിക കാലഘട്ടത്തിൽ രൂപം കൊണ്ടതായിരിക്കണം. ഉപനിഷത്തുകളിലും സംഹിതകളിലും പുരാണം പ്രത്യേകമായി പഠിക്കേണ്ട ഒരു സാഹിത്യശാഖയാണ്. കാരണം പല പുരാണങ്ങളിലും ധാരാളം കഥകൾ അടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ പുരാണ കഥകൾ അറിവ് നേടുന്നതിനും പുരാതന കാലത്തെക്കുറിച്ച് പഠിക്കുന്നതിനുമുള്ള മികച്ച മാർഗമാണ്. പുരാണങ്ങൾ പഴയ കാലത്തെക്കുറിച്ചും ജീവിതം എങ്ങനെയായിരുന്നുവെന്നും സംസാരിക്കുന്ന പരമ്പരാഗത കഥകളുടെ ഒരു ശേഖരമാണ്. പുരാണങ്ങളിലെ കഥകളിൽ പലതും ആവർത്തനമാണെങ്കിലും കേൾക്കാൻ സുഖമുള്ളതും അതോടൊപ്പം അവയിലൊക്കെ ജീവിതത്തെ സ്പർശിക്കുന്ന എന്തെങ്കിലുമൊക്കെ സാരോപദേശങ്ങളുമുണ്ട്. കാലങ്ങളോളം പഴക്കമുള്ള ഈ കഥകളിൽ പല മൂല്യങ്ങളും ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വിജ്ഞാന ശാഖകളിൽ മികച്ച സ്ഥാനങ്ങൾ പുരാണ കഥകൾക്ക് കൈവരാൻ കാരണം ഇതാണ്. പുരാണ കഥകൾ ഭാഷാസ്നേഹികൾക്കും കഥ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും മികച്ച അനുഭവം നൽകുന്നതാണ്. അഭിമന്യുവിനും ഉത്തരയ്ക്കും ജനിച്ച പരീക്ഷിത്തിന്റെ രാജ്യപാലനവും ധീരതയും പശ്ചാത്താപവും ഇതിവൃത്തമാക്കിയുള്ള കഥയും, പ്രിയവ്രത വംശത്തിലെ മഹാരാജാവായിരുന്ന ഭരതൻ ഇന്ദ്രനെ അധികരിച്ചുള്ള വൃത്രാസുര കഥ തുടങ്ങിയവയും, പ്രശസ്തമായ കാളിയമർദ്ദനം, കുചേലചരിതം, സന്താനഗോപാലം, പരശുരാമന്റെ കഥ, ശാകുന്തള കഥ, അംബരീഷ ചരിതം, ശ്രീരാമാവതാരം, ശ്രീകൃഷ്ണാവതാരം, സ്യമന്തക കഥ എന്നിവയും അടങ്ങിയ 37 പുരാണ കഥകളാണ് ഈ ഓഡിയോ ബുക്കിലുള്ളത്. ഇന്ത്യൻ ഇതിഹാസങ്ങളിലും കെട്ടുകഥകളിലും വീരത്വത്തിന്റെയും ധാർമ്മികതയുടെയും കഥകളുണ്ട്. ഈ പുരാണ കഥകൾ നായകന്മാർ, ദേവന്മാർ, ദേവതകൾ എന്നിവരുടെ സൽക്കർമ്മങ്ങളെ വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റം കൊണ്ടുവരാൻ ഈ കഥകളിലെ പ്രധാന മൂല്യങ്ങളും ധാർമ്മികതകളും പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും ഇതിലെ കഥകളെല്ലാം നമ്മെ കൂടുതൽ ആലോചനകൾക്ക് വിധേയമാക്കും. കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജീവിതത്തിന് നമുക്ക് പ്രോത്സാഹനം നൽകുന്നവയുമാണ് ഈ കഥകൾ. നമുക്ക് ആ കഥകളുടെ ലോകത്തേക്ക് പോകാം. പരീക്ഷിത്തിന്റെ കഥ. ഭാരതയുദ്ധത്തിൽ ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടു. അവശേഷിച്ചിരിക്കുന്ന പാഞ്ചാലിപുത്രന്മാരെയും കോപം മുഴുത്ത അശ്വത്ഥാമാവ് ഉറക്കത്തിൽ നിഗ്രഹിച്ചു. ഒടുവിൽ അർജുനൻ അശ്വത്ഥാമാവിനെ ബന്ധിച്ചു. ഗുരുപുത്രനെ വിട്ടയക്കണമെന്ന ധർമ്മപുത്രരുടെയും പാഞ്ചാലിയുടെയും അഭിപ്രായത്തെ മാനിച്ച് ഒടുവിൽ അർജുനൻ ശ്രീകൃഷ്ണന്റെ അഭിപ്രായം ആരാഞ്ഞു. അശ്വത്ഥാമാവിനെ ശിരോമുണ്ഡനം ചെയ്ത് അപമാനിച്ച് വിട്ടയച്ചു. കോപിഷ്ഠനായ അശ്വത്ഥാമാവ് പാണ്ഡവന്മാരുടെ വംശത്തിൽ അവശേഷിക്കുന്ന ഉത്തരയുടെ ഗർഭസ്ഥ ശിശുവിന്റെ നേർക്ക് ബ്രഹ്മാസ്ത്രം അയച്ചു. ഭയചകിതയായ ഉത്തര ശ്രീകൃഷ്ണ ഭഗവാനെ ശരണം പ്രാപിച്ചു. കൃപ പൂണ്ട ശ്രീകൃഷ്ണൻ സുദർശന ചക്രത്താൽ ബ്രഹ്മാസ്ത്രത്തെ നിർവീര്യമാക്കി ഉത്തരയുടെ ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിച്ചു. ആ വേളയിൽ കുന്തിദേവി ഭക്തിപൂർവം ഭഗവാനെ സ്തുതിക്കുന്നത് അത്യന്തം ശ്രദ്ധേയമാണ്. സർവ ആപത്തുകളിൽ നിന്നും നിന്തിരുവടി ഈ ദാസന്മാരെ രക്ഷിച്ചു. ആപൽ സമയങ്ങളിലെല്ലാം
അവിടുന്ന് ദർശനം തന്നു. അതുകൊണ്ട് ആപത്തുകൾ മേൽക്കുമേൽ വരട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. എന്തെന്നാൽ അപ്പോൾ അവിടുത്തെ സ്മരണയ്ക്കും ദർശനത്തിനും അധികം അവസരം കിട്ടുമല്ലോ. അഭിമന്യുവിന്റെ പത്നിയായ ഉത്തര ശുഭമുഹൂർത്തത്തിൽ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. വിഷ്ണുരാതൻ എന്ന ഈ കുഞ്ഞ് പരീക്ഷിത്ത് എന്ന പേരിൽ വിഖ്യാതനായി തീർന്നു. പരീക്ഷിത്ത് പിൽക്കാലത്ത് അനാസക്തനായി രാജ്യപരിപാലനം നടത്തി. അദ്ദേഹത്തിന്റെ സദ്ഭരണം നിമിത്തം രാജ്യം സമൃദ്ധമായി. ശ്രീകൃഷ്ണന്റെ വേർപാടോടുകൂടി കലിയുടെ ആവിർഭാവം സംഭവിച്ചു. എങ്കിലും പരീക്ഷിത്തിന്റെ ഭരണകാലത്ത് കലിക്ക് അടുക്കുവാൻ സാധിച്ചില്ല. ഒരിക്കൽ കലി അദ്ദേഹത്തിന്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാനിടയായി. അവിടെ അധർമ്മവും അക്രമപ്രവണതയും ഉളവായി. ഇതു കണ്ട് ക്രുദ്ധനായ പരീക്ഷിത്ത് അവനെ നിഗ്രഹിക്കാൻ ഉദ്ദേശിച്ച് വാളെടുത്തു. ഭയാകുലനായ കലി അദ്ദേഹത്തോട് അഭയം അഭ്യർത്ഥിച്ചു. ഈ നിമിഷം മുതൽ എന്റെ രാജ്യത്തിൽ നിന്ന് വിട്ടുപോയിക്കൊള്ളണം എന്ന ശാസന നൽകി. ഒടുവിൽ കലിയുടെ പ്രാർത്ഥനയനുസരിച്ച് ദയ തോന്നിയ രാജാവ് ചൂതുകളി, മദ്യം, സ്ത്രീ, ഹിംസ, സ്വർണം എന്നിങ്ങനെയുള്ള 5 സ്ഥാനങ്ങൾ കലിക്കു കൊടുത്തു. വിവേകിയായ ഒരുവൻ കലഹഹേതുക്കളായ ഈ 5 സ്ഥാനങ്ങളിൽ ഒരിക്കലും ആസക്തി കാണിക്കില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കലിയുടെ ദൂഷ്യങ്ങൾ ഏൽക്കപ്പെട്ടില്ല. ഒരു ദിവസം പരീക്ഷിത്ത് നായാട്ടിനായി വനത്തിൽ ചുറ്റി നടക്കുകയുണ്ടായി. വിശപ്പും ദാഹവും ദുസ്സഹമായി തീർന്ന അവസരത്തിലാണ് ഒരാശ്രമം കണ്ടത്. അവിടെ ധ്യാനനിമഗ്നനായ ഒരു മുനിയെ കണ്ട് അല്പം വെള്ളത്തിന് അദ്ദേഹത്തോട് യാചിച്ചപ്പോൾ അദ്ദേഹം ധ്യാനത്തിൽ തന്നെ നിമഗ്നനായതുകണ്ട് സഹികെട്ട രാജാവ് ചത്തുകിടക്കുന്ന ഒരു സർപ്പത്തെ വില്ലുകൊണ്ടെടുത്ത് മുനിയുടെ ചുമലിലിട്ട് മടങ്ങിപ്പോന്നു. തപപ്രഭാവത്താൽ പ്രസ്തുത സംഭവം കണ്ടറിഞ്ഞ മുനിയുടെ പുത്രനായ ശൃംഗി എന്ന താപസകുമാരൻ 7-ാം ദിവസം തക്ഷകൻ കടിച്ച് മരിക്കാനിടവരട്ടെ എന്ന് പരീക്ഷിത്തിനെ ശപിച്ചു. പരീക്ഷിത്ത് കലിക്കു കൊടുത്ത 5 സ്ഥാനങ്ങളിൽ ഒന്നാണല്ലോ ഹിംസ. നായാട്ടിലൂടെ സംഭവിച്ച ഹിംസ വഴി പരീക്ഷിത്തിലും കലി ഏശാൻ തുടങ്ങി. സമാധിയിൽ നിന്നുണർന്ന മുനി സംഭവ വികാസങ്ങൾ അറിഞ്ഞ് പരമഭാഗവതനായ പരീക്ഷിത്തിനെ ശപിച്ചത് ശരിയായില്ല എന്ന് ബോധ്യപ്പെടുത്തി. കൊട്ടാരത്തിലെത്തിയ പരീക്ഷിത്ത് രാജാവ് താൻ ബ്രാഹ്മണനായ ആ മഹാത്മാവിന്റെ ദേഹത്ത് ചത്ത പാമ്പിനെ എറിഞ്ഞത് ഒട്ടും ഉചിതമായില്ല എന്ന് പശ്ചാത്തപിച്ചു. ഈശ്വര സങ്കല്പത്തിനിടയിൽ പ്രാണികൾ കേവലം നിമിത്തം മാത്രമാണ് എന്ന ബോധത്തിനിടയിൽ മുനികുമാരനായ ശൃംഗിയുടെ തന്റെ നേർക്കുള്ള ശാപവാർത്തയറിഞ്ഞ് രാജാവിന് ഒട്ടും പരിഭ്രമമുണ്ടായില്ല. സർവേശ്വരനിൽ ആത്മാർപ്പണം ചെയ്ത രാജാവ് പുത്രനിൽ രാജ്യഭാരം ഏൽപ്പിച്ചു. സർവസംഘ പരിത്യാഗിയായി തീർന്നു. അങ്ങനെ അദ്ദേഹം ഗംഗാതീരത്തിൽ ചെന്നിരിപ്പായി. ഈ വാർത്ത കേട്ട് അദ്ദേഹത്തെ ദർശിക്കാൻ ആഗ്രഹിച്ച് അനേകം ഋഷിവര്യന്മാർ അവിടെ വന്നു ചേർന്നു. ആ വേളയിൽ പ്രസ്തുത മഹാത്മാക്കളെ വന്ദിച്ച് മരണവേളയിൽ ഒരുവൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പരീക്ഷിത്ത് ചോദിച്ചപ്പോൾ അവർ അന്യോന്യം മുഖത്ത് നോക്കി. എന്തു പറയണമെന്ന് ചിന്തിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് അഴിഞ്ഞ ജടയോടുകൂടിയ ഒരു സുന്ദര യുവാവ് അവിടെ വന്നത്. അത് പരമഭാഗവതനായ ശ്രീശുകനാണ്. ആത്മരാമനായ ശ്രീശുകൻ അവരുടെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതോടെയാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ നാന്ദി കുറിക്കുന്നത്. ശ്രീമദ് ഭാഗവതം കേട്ട് പരീക്ഷിത്ത് മരണഭയത്തിൽ നിന്ന് മുക്തനായിത്തീരുന്നു. ഇനി പരീക്ഷത്തിൽ ഏൽക്കപ്പെട്ട ശാപവചനം സംഭവിക്കുന്നതിന്റെ കഥയാണ്. 7 ദിവസത്തിനുള്ളിൽ പരീക്ഷത്തിനെ തക്ഷകൻ കടിച്ച് മരിക്കാനിടവരട്ടെ എന്നാണല്ലോ താപസകുമാരന്റെ ശാപം. തക്ഷകൻ അഷ്ടനാഗങ്ങളിൽ പെടുന്നു. അഷ്ടനാഗങ്ങൾ ഏതാണെന്ന് നോക്കാം.
അനന്തോ ഗുളികശ്വൈവ വാസുകി ശംഖപാലക തക്ഷകശ്ച മഹാപദം പത്മ കാർക്കോടകസ്ഥ എന്നിങ്ങനെയാണ് അഷ്ടനാഗങ്ങളെക്കുറിച്ച് പുരാണങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. പരീക്ഷിത്ത് രാജാവിന് തക്ഷകന്റെ കടിയേൽക്കാതിരിക്കാൻ രാജപരിവാരങ്ങൾ വേണ്ടത് ചെയ്യാൻ തുടങ്ങി. ഇതിനായി തച്ചന്മാർ അഥവാ ശില്പികളെ വരുത്തി ഒറ്റത്തൂണിൽ രാജാവിന് താമസിക്കാനായി ഒരു രാജഗൃഹം പണിതു. ആ സ്തംഭത്തിലൂടെ സർപ്പങ്ങൾ വരാതിരിക്കാൻ കാവലും ഏർപ്പെടുത്തി. ഈ സ്തംഭത്തിന്റെ പടവിലൂടെ മാത്രമേ രാജാവിനടുത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി തക്ഷകൻ തന്റെ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടി ബ്രാഹ്മണ വേഷത്തിൽ രാജാവിനടുത്തേക്ക് വരികയാണ്. രാജാവിന്റെ ഭാഗത്തു നിന്നാകട്ടെ ഏതു വിഷത്തെയും നിർവീര്യമാക്കാൻ കെൽപ്പുള്ള കശ്യപനെ രാജാവിന്റെ സമീപത്തേക്ക് കൊണ്ടുവരാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. മാർഗമധ്യേ തക്ഷകനും കശ്യപനും കണ്ടുമുട്ടാനിടയായി. യാത്രോദ്ദേശ്യം ആരാഞ്ഞ തക്ഷകനോട് കശ്യപൻ പറയുകയാണ്, ഇന്ന് പരീക്ഷത്തിനെ തക്ഷകൻ കടിക്കാനിടയുണ്ട്. അതുകൊണ്ട് തക്ഷക വിഷം നിർവീര്യമാക്കി പരീക്ഷിത്ത് രാജാവിനെ രക്ഷിക്കാൻ വേണ്ടി രാജധാനിയിലേക്ക് പോവുകയാണ്. അപ്പോൾ തക്ഷകൻ, എന്റെ വിഷമേറ്റാൽ ഒരാൾക്കും രക്ഷപ്പെടുത്താനാവില്ല. അതുകൊണ്ട് താങ്കൾ തിരിച്ചു പോകുന്നതാണ് ഉചിതം. കശ്യപൻ, ഏതു വിഷമേറ്റാലും എന്റെ ചികിത്സ ഫലിക്കാതിരിക്കില്ല. ഇതു കേട്ട ഉടൻ അവിടെയുള്ള ഒരു വൻ വൃക്ഷത്തിൽ തക്ഷകൻ തന്റെ വിസ്തൃതമാർന്ന ഭണം കൊണ്ട് ആഞ്ഞുകൊത്തി. ഉടനെ പ്രസ്തുത വൃക്ഷം കരിഞ്ഞ് ചാമ്പലായി തീർന്നു. അപ്പോൾ കശ്യപൻ തന്റെ കമണ്ഡലുവിലുള്ള മന്ത്രപൂതമാർന്ന ഔഷധജലം ആ വെണ്ണീരിൽ ഒന്ന് തളിച്ചപ്പോൾ ആ ഉണങ്ങിയ വൃക്ഷം തളിർക്കാൻ തുടങ്ങി. അപ്പോൾ കശ്യപന്റെ വൈദഗ്ധ്യം തക്ഷകന് ബോധ്യപ്പെട്ടു. ശാപവചനവും വിധിയുടെ പ്രഭാവവും ഇല്ലാതാക്കിക്കൂടാ എന്ന് തക്ഷകൻ കശ്യപനെ ബോധ്യപ്പെടുത്തി അദ്ദേഹത്തെ തിരിച്ചയച്ചു. ഇനി തക്ഷകൻ തന്റെ ദൗത്യം നിർവഹിക്കാൻ പരീക്ഷത്തിന്റെ സമീപത്തെത്താനുള്ള വഴി എന്താണെന്ന് ആലോചിച്ചു. സർപ്പങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി കാവലോടെ ഒറ്റ സ്തംഭത്തിൽ നിർമ്മിച്ച ഹർമ്മ്യത്തിൽ പരീക്ഷത്തിന് ആമ്രഫലം അഥവാ മാങ്ങ ഉപഹാരമായി നൽകാൻ ആരോ അവിടെ നിൽക്കുന്നത് കണ്ടു. ഉടനെ തക്ഷകൻ ചെറിയ ഒരു പുഴുവിന്റെ രൂപത്തിൽ പ്രസ്തുത മാങ്ങയുടെ ഉള്ളിൽ കടന്നു. ആ മാങ്ങ പരീക്ഷിത്ത് ഭക്ഷിക്കാനൊരുങ്ങവേ അതിൽ പുഴുവിന്റെ രൂപത്തിൽ നിൽക്കുന്ന തക്ഷകൻ തന്റെ ഘോരമാർന്ന സർപ്പരൂപാകാരം പൂണ്ടു പരീക്ഷത്തിന്റെ നെറ്റിയിൽ കൊത്തി. ഉടൻ തന്നെ പരീക്ഷിത്ത് രാജാവ് ബോധരഹിതനായി മരണം പ്രാപിച്ചു. ശുഗമുഖത്തുനിന്ന് ഭാഗവതം ശ്രവിച്ച പരീക്ഷത്തിന് മരണഭയമുണ്ടായില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്.